എന്നും രാവിലെ കുളിച്ച് ശീബോധിക്ക് വെക്കുന്ന അമ്മയാട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണി നോക്കേ. രാവിലെ തന്നെ ചായ റെഡി ആയിട്ടുണ്ട്. പത്തരിക്ക് പൊടി വാട്ടി ചൂടാറാണ്ട് വെച്ചിട്ടുണ്ട്. കുക്കറിലാണെങ്കിൽ കടലക്കയും മസാലയും അതുപോലെ തന്നെ പച്ചക്കറികളും ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കറിനടുത്ത് ഇടയ്ക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ കറി മൊത്തം താഴെ പോകും കേട്ടോ. അങ്ങനെ ചൂടാറിയ പത്തിരിപ്പൊടി നന്നായി കുഴച്ച് പരത്തി ചുട്ടെടുത്തു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മഴയൊന്ന് വിട്ടും തോന്നുന്നു. അവനെ സിംബയെ പുറത്തിറക്കാനുള്ള പരിപാടിയാണ്. ഇവനെ രാവിലെ കൊണ്ടുപോയില്ലെങ്കിൽ കൂട് വൃത്തികേടാക്കുന്നൊന്നും പറയുന്നില്ല. ഭയങ്കര ക്ഷമയുള്ളൂ. കുറച്ച് നേരം അവിടെ നിന്നോളൂ കേട്ടോ. അപ്പോൾ അത് ഇത് ഇവൻ്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഈ മഴ കഴിഞ്ഞിട്ടുള്ള പ്രകൃതിയെ കാണാൻ എന്തൊരു ഭംഗിയല്ലേ. ഭയങ്കര ഒരു സൈലൻറ്റ് മൂഡാണല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം നേരെ പോകുന്നത് പുല്ല് കഴിക്കാനാണ് കേട്ടോ. അത് സ്ഥിരം കാഴ്ചയാണ്. അപ്പോൾ അത് അവനെ കൂട്ടിലൊക്കെ ഞാൻ നേരെ പോയത് ആദ്യക്കുട്ടിനടുത്ത്. ആദ്യക്കുട്ടിനാണെങ്കിൽ ഉറക്കം എണീച്ചാൽ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എണീച്ച് വരുമ്പോൾ ബെഡ് വൃത്തിയാക്കിയിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഞാൻ എണീച്ച് കഴിഞ്ഞാൽ എത്രയോ കഴിഞ്ഞിട്ട് അച്ഛനും മക്കളും എണീച്ച് വന്നിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ആദ്യക്കുട്ടിൻ്റെ കരച്ചിലൊക്കെ മാറ്റാൻ വേണ്ടി അവനെ കുറച്ച് നേരം കളിപ്പിച്ചിരുന്നു. അഖിലേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ജോലിക്ക് പോയിട്ടോ. അപ്പോൾ അത് നോക്കി നിൽക്കുന്ന രണ്ട് കുഞ്ഞു മക്കൾ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ തിരക്കിലാണ്. വെളിച്ചെണ്ണയുടെ പാത്രം പഴയതെന്നും പുതിയതിലേക്ക് മാറ്റുന്ന പ്രകടനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പാത്രം എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. നല്ലൊരു യൂസ്ഫുള്ളാണ്. അത് കഴിഞ്ഞിട്ട് അമ്മുക്കുട്ടിക്ക് ഇന്ന് സ്കൂളില്ലെങ്കിലും കരാട്ട ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് വേണ്ടി സബർജരിയാണ് കേട്ടോ സ്നാക്സിന് വേണ്ടി കൊടുത്തു വിടുന്നത്. അപ്പോൾ അവളും പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തോളം ടാറ്റാ ബൈ സീ യു.